കർണാടകയിലെ ധർമ്മസ്ഥലയിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് നടക്കുകയാണ്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയെ വിശ്വാസത്തിലെടുത്താണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞ 15 ഇടങ്ങൾ അവിടെ പ്രത്യേകം മാർക്ക് ചെയ്ത ശേഷമാണ് പരിശോധിക്കുന്നത്. മൊഴിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിനാലാണ് സ്പോട്ട് മാർക്കിംഗ് വേഗത്തിലാക്കിയത്. ഇത് ഫസ്റ്റ് ഓൺ 24 എന്ന് നമുക്ക് പറയാം. ഈ വിവരം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തുന്നത് 24ലൂടെയാണ്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം സംബന്ധിച്ചിട്ടുള്ള വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ചത്. അതിനെ തുടർന്ന് ആദ്യം പരിശോധനയ്ക്ക് അന്വേഷണ സംഘം എത്തിയെങ്കിലും സാക്ഷി എത്തിയെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിരുന്നില്ല. അതിനെ തുടർന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. താൻ മറവ് ചെയ്ത മൃതദേഹങ്ങൾ എന്ന് പറഞ്ഞ ഇടങ്ങൾ അവിടെ ഓരോ ഇടങ്ങളും മാർക്ക് ചെയ്തിട്ടുള്ള പരിശോധനയാണ്. ഫോറൻസിക് സംഘവും ഈ പരിശോധനയിൽ അന്വേഷണ സംഘത്തിനോടൊപ്പമുണ്ട്. ധർമ്മസ്ഥലയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് റഹീസ് ഉണ്ട്. മുഹമ്മദ് റഹീസ്, തുടക്കം മുതൽ തന്നെ ധർമ്മസ്ഥലയിൽ നിന്നുള്ള ആദ്യ വിവരങ്ങൾ പുറത്തു വന്ന സമയം മുതൽ തന്നെ 24 പ്രതിനിധി എന്ന നിലയിൽ റഹീസ് അവിടെ എത്തി കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്, എത്രത്തോളം പുരോഗതിയുണ്ട്? ഈ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണവും പരിശോധനയുമല്ലേ ഇപ്പോൾ നടക്കുന്നത്? പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു. ജി കെ, ഞാൻ ചോദ്യത്തിലേക്ക് വരാം. എനിക്കൊരു കാര്യം കാട്ടിത്തരേണ്ടത്, നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതൊരു മെയിൻ റോഡിലാണ്. അതായത് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു മെയിൻ റോഡിലാണ് നിൽക്കുന്നത്. ഈ റോഡിൽ നിന്നും മീറ്ററുകൾ മാത്രം മാറിയാണ് ഇപ്പോൾ ഒരു സ്ഥലം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് റോഡിൽ നിൽക്കുമ്പോൾ കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു സ്ഥലം ഇപ്പോൾ ഇവിടെ SIT സംഘം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ര അടുത്തായിട്ടാണ് മറ്റൊരു സ്ഥലം ഈ ഒരു പോസ്റ്റിന് തൊട്ട് ഇപ്പുറത്തായിട്ട്, അതായത് ഈ ഒരു പോസ്റ്റിന് തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരു സ്ഥലം കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് മീറ്ററുകളുടെ മാത്രം റോഡിൽ നിന്നുള്ള വ്യത്യാസം. ഒരു മൃതദേഹം മറവ് ചെയ്തു എന്ന് പറയുന്നിടത്തു നിന്ന് അടുത്ത മൃതദേഹത്തിലേക്ക് പോകാൻ ഈ കയ്യകലത്തിൻ്റെ മാത്രം ദൂരത്തിലാണ് ഒരു മൃതദേഹത്തിൽ നിന്ന് അടുത്ത മൃതദേഹത്തിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ കൃത്യമായി എപ്പോഴാണ് മൃതദേഹം മറവ് ചെയ്തത് ആ സ്ഥലത്ത് എന്നുള്ള വിവരം, ഒപ്പം തന്നെ എത്ര പ്രായം തോന്നിക്കുന്ന ആളുടെയാണ്, പുരുഷൻ്റെതാണോ സ്ത്രീയുടെയാണോ മൃതദേഹം മറവ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ചോദിച്ചറിഞ്ഞ് അവിടെ നിന്നും ഇനിയും മുന്നിലേക്ക് പോവുകയാണ് അന്വേഷണ സംഘം. അതായത് ഈ ഒരു സ്ഥലം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനും നേത്രാവതി നദിക്കും ഇടയിലുള്ള ആ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഉള്ള ഒരു കാടിൻ്റെ പ്രദേശമാണിത്. ആ പ്രദേശത്ത് തന്നെ ഇപ്പോൾ ഇവരിവിടെ വന്നിറങ്ങിയതിനു ശേഷം മിനിറ്റുകൾക്കകം 2 സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലേക്ക് പോകും തോറും ഓരോ മീറ്ററുകളുടെ മാത്രം വ്യത്യാസത്തിൽ, അല്ലെങ്കിൽ ഒന്നടുത്തടുത്തായി താൻ മൃതദേഹം കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി പറഞ്ഞു വെക്കുകയാണ്. ആ സ്ഥലത്തേക്ക് അന്വേഷണ സംഘം പോകുന്നു. ഇന്നലെ വിശദമായിട്ട് ഒരു മൊഴി അന്വേഷണ സംഘത്തിൻ്റെ ഭാഗമായി ഇന്നലെ ഇദ്ദേഹം, ഈ ശുചീകരണ തൊഴിലാളി, ഒരു മൊഴി നൽകിയിരുന്നു. ആ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആദ്യ ദിവസത്തെ മൊഴിയെടുപ്പിൽ ചില അവ്യക്തതകളൊക്കെയും ഉണ്ടായിരുന്നു. വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്കുള്ള ചില അവ്യക്തതകളൊക്കെയും പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷം നടത്തുന്ന ഓരോ നീക്കവും ഇദ്ദേഹത്തിൻ്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ്. ഇന്നലെ രാത്രി ഈ 2 ദിവസം എടുത്ത മൊഴി 17 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പാണ് നടന്നത്. ആ മൊഴിയെടുപ്പിന് ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുകയും അത് DGPയുമായിട്ട് പ്രണബ് മൊഹന്തിയുമായി സംസാരിക്കുകയും അനുച്ഛേദ IPSും ഒപ്പം തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനും കൂടി ചേർന്ന് ഇവർ 3 പേരും കൂടി ഒരു മീറ്റിംഗ് നടത്തുകയും ആ മീറ്റിംഗിൽ കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് SITക്ക് വ്യക്തമായിരിക്കുന്നു. SITക്ക് അത് മനസ്സിലായിരിക്കുന്നു. മൃതദേഹങ്ങൾ അദ്ദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്നത് വെറും ഒരു ആരോപണമല്ല എന്നുള്ളത് ഒരു SIT അത് സ്ഥിരീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു അന്വേഷണം, അതൊരു വെറും ഒരു ആരോപണമല്ല എന്നുള്ള കാര്യം SITക്ക് മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. കാരണം ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം കുഴിച്ചെടുത്ത തലയോട്ടി നടക്കുന്നിടത്ത് മാത്രമാണ് പരിശോധന എന്നുള്ള വിവരമാണ് പൊതുവെ SITയിൽ നിന്നും നൽകിയിരുന്നത്. അപ്പോൾ അത് പരിശോധിച്ച് അതിൻ്റെ കൂടി ആധികാരിക പരിശോധിച്ചതിനു ശേഷം പിന്നീട് മുന്നോട്ട് നീങ്ങാം എന്നുള്ളൊരു തീരുമാനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ എന്തായാലും അങ്ങനെയല്ല, മറിച്ച് അത് കുറെ കൂടിയൊക്കെ വിശ്വാസമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ കഴമ്പുണ്ട്, അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത്
പരിശോധന തുടരുന്നത്. ഓരോ സ്ഥലവും മാർക്ക് ചെയ്യുന്നുണ്ട്, നമ്പർ ഇടുന്നുണ്ട്. അവിടെ റവന്യൂ വകുപ്പിൻ്റെ സാന്നിധ്യമുണ്ട്, ഫോറസ്റ്റിൻ്റെ സാന്നിധ്യമുണ്ട്, അങ്ങനെ ഫോറൻസിക്കിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത്. നേരത്തെ കണ്ട കാഴ്ച സത്യത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം സ്നാനഘട്ടത്തിലേക്ക് ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സംഘം എത്തി. ആ സംഘം ഏതാണ്ട് 2 മണിക്കൂറിലധികം അവിടെ തുടർന്നു. അവർ അതിനുശേഷം തിരികെ കയറി വരുന്നത് ഏതാണ്ട് നേത്രാവതി നദിക്കരയുടെ ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അത്രയും ദൂരം കാടിനുള്ളിൽ കൂടി സഞ്ചരിച്ച് 2 മണിക്കൂർ മൃതദേഹങ്ങൾ മാപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ സംഘം തിരിച്ചു കയറി വരുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത്രയധികം മൃതദേഹങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതിന് അയാൾ കൃത്യമായ മൊഴി നൽകിയിരിക്കുന്നു. ആദ്യം നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. അതിനുള്ള ചില സാഹചര്യ തെളിവുകൾ SITക്ക് ലഭിച്ചിരിക്കുന്നു. വെറുമൊരു ആരോപണമല്ല എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അടുത്ത സ്പോട്ട് കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആ സ്പോട്ടും റോഡിനോട് വളരെ ചേർന്നുള്ള സ്ഥലത്താണ്. അടുത്ത സ്പോട്ടും ഏതാണ്ട് SIT മാർക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായി ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തീവ്രത കുറെ കൂടിയൊക്കെ കൂട്ടുന്ന തരത്തിലുള്ള ഒരു മാപ്പിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴമ്പുണ്ട് എന്നുള്ള പൂർണ്ണ അർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം തന്നെയായി ഇത് മാറിയിരിക്കുന്നു.